ഹലോ കൂട്ടുകാരെ, ഈ കഥ ഒരു 3 കൂട്ടുകാരുടെ സാഹസിക പോരാട്ടത്തിന്റെ കഥയാണ്. മിഠായി ദ്വീപ് എന്നൊരു സുന്ദരമായ ദ്വീപിലേക്ക് പല രസകരമായ വഴികളും താണ്ടി ഇവർ പോയ ആ ദ്വീപിലേക്ക് നമ്മൾക്കും പോയാലോ? സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പോൾ നമ്മൾക്ക് കഥയിലേക്ക് പോയാലോ? ഇന്ന് നമ്മൾ പോവുകയാണ് ഒരു അഡ്വെഞ്ചർ കാൻഡി ഐലൻഡ് യാത്രയ്ക്ക്. ടോട്ടോ പാണ്ഡെയും മിമി അണ്ണാനും പിന്നെ നമ്മുടെ ചിരിപ്പിക്കുന്ന സുഹൃത്ത് സിഗ്ഗി തത്തയും നമ്മോടൊപ്പമുണ്ട്. നിങ്ങൾ റെഡിയാണോ ഈ സാഹസികത യാത്രക്ക്? ഒരു ദിവസം ടോട്ടോ പാണ്ഡ തടാകക്കരയിൽ ഉല്ലസിച്ച് കളിക്കുകയായിരുന്നു. അപ്പോഴിതാ ഒരു തിളങ്ങുന്ന കുപ്പി വെള്ളത്തിനിടയിൽ നിന്ന് പെട്ടെന്ന് ഉയർന്നു വന്നു. അതിന്റെ തിളക്കത്തിൽ ടോട്ടോയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ടോട്ടോ പേടിച്ച് കരയിലേക്ക് ഓടിക്കയറി. എന്നിട്ട് അവിടെ നിന്ന് ആലോചിച്ചതിന് ശേഷം താല്പര്യം തോന്നി. അവൻ തടാകത്തിലേക്ക് ഇറങ്ങി കുപ്പിയെടുത്തു നോക്കി. ടോട്ടോവിനെ ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്നൊരു മാജിക് മാപ്പ് അതിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതിൽ നോക്കിയപ്പോൾ കാൻഡി ഐലൻഡിലേക്കുള്ള വഴികാട്ടി മാപ്പായിരുന്നു അത്. ടോട്ടോ വളരെയധികം സന്തോഷവാനായി. കാരണം അവിടെ നിറയെ മധുരമുള്ള മിഠായികളും മറ്റ് സാധനങ്ങളും കിട്ടുമായിരുന്നു. ടോട്ടോ അവിടേക്ക് പോവാൻ തീരുമാനിച്ചു. എന്നാൽ ഒരിക്കലും അവന് ഒറ്റയ്ക്ക് അവിടേക്ക് പോവാൻ പറ്റുമായിരുന്നില്ല. കാരണം അത്രക്കും അപകടകരമായ വഴികളായിരുന്നു. അത് ധൈര്യവും സൗഹൃദവും ഉള്ളവർക്ക് മാത്രമായിരുന്നു അവിടേക്ക് പോവാൻ പറ്റുക. അവൻ ഉടനെ അവന്റെ കൂട്ടുകാരിയായ മിമിയെ തെരഞ്ഞിറങ്ങി. അങ്ങനെ ടോട്ടോ മിമിയെ അവസാനം കണ്ടുപിടിച്ചു. അവൾ ഒരു മരക്കൊമ്പിലിരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. ടോട്ടോ കുത്തനെ ഓടി മിമിയെ വിളിച്ചു. മിമിയെ കണ്ടയുടനെ ടോട്ടോ മിമിയെയും കൊണ്ട് മാപ്പ് ഉള്ളയിടത്തേക്ക് പോയി. എന്നിട്ട് മാപ്പ് മിമിക്ക് കൊടുത്തു. മിമി പടം നോക്കി ചിന്തിച്ചു. ഇത് തുറക്കാൻ 3 സുഹൃത്തുക്കൾ വേണം. കാൻഡി ഐസ്ലാൻഡിനെ കുറിച്ച് പറയുന്നത് കേട്ട് സിഗ്ഗി അവിടേക്ക് എത്തി. അങ്ങനെ അവർ 3 പേർ കാൻഡി ഐസ്ലാൻഡിലേക്ക് പോവാൻ തീരുമാനമെടുത്തു. അങ്ങനെ അവർ ഒരു ബോട്ട് സംഘടിപ്പിച്ചു. യാത്ര തുടങ്ങി. According to this map, the Jelly Rope Bridge should be just around this bend. Wow, look at those candy cane trees. According to this map, the Jelly Rope Bridge is just ahead. അങ്ങനെ അവർ ആസ്വദിച്ച് യാത്ര ചെയ്ത് സമയം രാത്രിയായി. അങ്ങനെ അവർ ബോട്ട് ഒരു കരയിൽ കയറ്റി റെസ്റ്റ് എടുത്ത് നാളേക്കുള്ള പ്ലാൻ തയ്യാറാക്കാൻ തുടങ്ങി. Look, the map is showing us the way. അങ്ങനെ അവർ 3 പേരും യാത്ര ചെയ്ത് ഒരു ജെല്ലി പാലത്തിനടുത്തെത്തി തങ്ങളുടെ തോണി ഇറക്കി. അങ്ങനെ അവർ പാലത്തിൽ കയറി പാലമാടാൻ തുടങ്ങി. പാലം ആടുമ്പോഴും മിമി താഴെയുള്ള വർണ്ണാഭമായ ടൈലുകൾ ശ്രദ്ധിച്ചു. ഒരു പാറ്റേൺ പസിൽ, ഞാനൊന്ന് ആലോചിക്കട്ടെ, അവൾ പറഞ്ഞു. ആവേശത്തോടെ സിഗ്ഗി പാലത്തിലേക്ക് ഓടിക്കയറിയെങ്കിലും തെന്നി വീണു. എല്ലായിടത്തും തൂവലുകൾ പറന്നു. ടോട്ടോ ചിരിച്ചുകൊണ്ട് അവനെ താങ്ങി നിർത്തി. പിടിച്ചു നിൽക്ക് കുസൃതിദത്തേ. ഒടുവിൽ അവർ സുരക്ഷിതമായി അക്കരെ എത്തി. ശേഷം അവർ ഒരു കാൻഡി ഗേറ്റിന് അടുത്തെത്തി. What's that big door over there? മിമി ഒരു ടൈലിൽ തട്ടി. അത് മനോഹരമായൊരു ശബ്ദത്തോടെ പ്രകാശിച്ചു. ഓരോരുത്തരായി ആ പ്രകാശിക്കുന്ന ടൈലുകളിൽ ചവിട്ടി മുന്നോട്ടു പോയി. പിന്നീടവർ ഒരു മാന്ത്രിക പൂന്തോട്ടത്തിലെത്തി. അവിടെ മഴവിൽ നിറങ്ങളുള്ള പൂക്കൾ ആടിക്കളിച്ചും രസകരമായ പാട്ടുകൾ പാടിയും നിന്നു. സിഗ്ഗി അവരോടൊപ്പം പാടാൻ ശ്രമിച്ചപ്പോൾ വൃത്തികെട്ട ശബ്ദം കേട്ട് പൂക്കൾക്ക് ദേഷ്യമായി. ഒന്നുകൂടി ശ്രമിക്കൂ, പൂക്കൾ പാടി. ടോട്ടോയും മിമിയും ചിരിച്ചുകൊണ്ട് പൂക്കളുടെ താളത്തിനനുസരിച്ച് മൃദുവായി പാടാൻ തുടങ്ങി. Flowers so bright, sing with all your might. Colors unfold, stories to be told. പൂക്കൾ സന്തോഷത്തോടെ കറങ്ങുകയും മഴവിൽ ഇതളുകൾ വിതറുകയും ചെയ്തപ്പോൾ ഒരു തിളക്കമുള്ള വഴി മുന്നിൽ തുറന്നു. ഹാവൂ, രക്ഷപ്പെട്ടല്ലോ, സിഗ്ഗി ആശ്വാസത്തോടെ പറഞ്ഞു. പൂക്കളുടെ പാട്ടിനനുസരിച്ച് താളം പിടിച്ച് അവർ ആ വഴിയിലൂടെ നടന്നു നീങ്ങി. Follow the candy road. This path is quite fascinating.
So bright and bouncy. I love it. പെട്ടെന്ന് കുമിളകൾ ഉയർന്നു വന്ന് അവരെ ഒരു തിളക്കമുള്ള കുമിളക്കുടുക്കിലാക്കി. അയ്യോ, എനിക്ക് ജീവിതകാലം മുഴുവൻ കുമിളപ്പക്ഷിയാകാൻ വയ്യ. സിഗ്ഗി പരിഭ്രാന്തനായി ചിറകടിച്ചു. മിമി വേഗം ആലോചിച്ചു. നമുക്ക് കൈയരിച്ചാൽ ഒരു പക്ഷേ ഇത് പൊട്ടിക്കാൻ കഴിഞ്ഞേക്കാം. Maybe clapping will കൂട്ടുകാരെ, break them. നിങ്ങളും ഞങ്ങളോടൊപ്പം കൈയടിക്കാമോ? അവൾ ചോദിച്ചു. Kids, will you അവർ clap താളത്തിൽ with us? കൈയടിച്ചപ്പോൾ കുമിളകൾ പൊട്ടാൻ തുടങ്ങി. അവസാനം അവർ ആ കുമിളക്കുടുക്കയിൽ നിന്ന് പുറത്തു ചാടി. ഇതായിരുന്നു ഏറ്റവും നല്ല രക്ഷപ്പെടൽ, ടോട്ടോ ആർത്തു വിളിച്ചു. അടുത്ത സാഹസത്തിന് തയ്യാറെടുക്കാൻ അവർ പൊടിയും മറ്റും തട്ടിക്കളഞ്ഞു. അധികം വൈകാതെ അവർ വലിയൊരു ചോക്ലേറ്റ് അഗ്നിപർവ്വതത്തിന് മുന്നിലെത്തി. ചൂട് കൂടുന്നുണ്ടോ അതോ എനിക്ക് മാത്രം തോന്നുന്നതാണോ? സിഗി പരിഭ്രാന്തനായി പിറുപിറുത്തു. ഒരു ലാവക്കുമില പൊട്ടി ടോട്ടോയുടെ വിരലുകളിൽ ചോക്ലേറ്റ് തെറിച്ചു. നമുക്കിതിലൂടെ വേഗം താഴേക്ക് തെന്നിയിറങ്ങാം. തയ്യാറാണോ? മിമി വിളിച്ചു ചോദിച്ചു. മറുത്തൊന്നും പറയാതെ ടോട്ടോ ആ ചോക്ലേറ്റ് സ്ലൈഡിലൂടെ ഊർന്നിറങ്ങി. പിന്നാലെ മിമിയും. അവളുടെ കണ്ണടകൾ തലയിൽ കഷ്ടിച്ചു പിടിച്ചു നിന്നു. സിഗി തമാശയായ ഒരു കറക്കത്തോടെ ചിറകടിച്ചു പറന്നു. എന്നിട്ട് സ്ലൈഡിൽ കൃത്യമായി ഇറങ്ങി. അവർ ചിരിച്ചുകൊണ്ട് താഴെയുള്ള ചോക്ലേറ്റ് കുളത്തിലേക്ക് വീണു. അഗ്നിപർവ്വതം സൗമ്യമായി ഇളകിയപ്പോൾ അവർ മധുരപലഹാരങ്ങൾ നിറഞ്ഞ ഒരു തുരങ്കത്തിലൂടെ പുറത്തേക്ക് പോയി. പിന്നീട് അവർ 3 തിളങ്ങുന്ന ചിഹ്നങ്ങളുള്ള ഒരു മിഠായി ഗേറ്റിന് മുന്നിലെത്തി. ഒരു ഹൃദയം, ഒരു സിംഹം, 3 കൂട്ടുകാർ കൈകോർത്തു നിൽക്കുന്നത്. മിമി പാലത്തിലെ കടങ്കഥ ടീം വർക്കിലൂടെ പരിഹരിച്ചതും കുമിളക്കുടുക്കയിൽ നിന്ന് സിഗിയെ രക്ഷിച്ചതും സിഗി അഗ്നിപർവ്വതത്തിലൂടെ ധൈര്യത്തോടെ ഊർന്നിറങ്ങിയതും അവർ ഓർത്തു. അപ്പോഴൊരു മൃദുവായ ശബ്ദമുയർന്നു. ദയയും ധൈര്യവും ടീം വർക്കുമാണ് താക്കോലുകൾ. ഓരോ കൂട്ടുകാരനും അവരുടെ പ്രത്യേക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചിഹ്നത്തിൽ തൊട്ടു. മിഠായി കോൺഫിറ്റിയുടെ ഒരു കൂട്ടം ചിതറിക്കൊണ്ട് ആ വാതിലുകൾ തുറന്നു. മിഠായി സമയമായി, സിഗ്ഗി ആഹ്ലാദിച്ചു. അവർ മധുരപലഹാരങ്ങളുടെ ദ്വീപിലെത്തി. അവിടെ ലോലിപോപ്പ് മരങ്ങളും നിറയെ മധുരമുള്ള അരുവികളും ഉണ്ടായിരുന്നു. ടോട്ടോ ഒരു കോട്ടൺ കാൻഡി സ്ലൈഡിലൂടെ തെന്നിയിറങ്ങി. മിമി മാഷ്മയാലോ ട്രാംപോളിനുകളിൽ ചാടി. സിഗ്ഗി തലങ്ങും വിലങ്ങും പറന്നു നടന്നു. 3 പേരും ഒരുമിച്ച് നിന്നപ്പോൾ ആകാശത്തു നിന്ന് മഴയായി മിഠായികൾ താഴേക്ക് വീണു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മിഠായി ആത്മാവ് അവരുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ രഹസ്യം കണ്ടെത്തി. ദയയും ടീം വർക്കും പിന്നെ കലയും ഓർക്കുക. മിഠായി പങ്കുവെക്കുന്നതാണ് ഏറ്റവും മധുരമുള്ള കാര്യം. 3 തലകുലുക്കി. പങ്കിടാൻ വേണ്ടി ചെറിയ സഞ്ചികളിൽ മധുരപലഹാരങ്ങൾ നിറച്ചു. അവർ ആത്മാവിനോടും ദ്വീപിലെ സുഹൃത്തുക്കളോടും വിട പറഞ്ഞ് തങ്ങളുടെ ഇലത്തോണിയിൽ കയറി. എന്തൊരു സാഹസിക യാത്ര! അവർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തൊട്ടു പതിയെ പറഞ്ഞു. What an adventure! വീട്ടിലെത്തി അവർ തങ്ങളുടെ കൂട്ടുകാർക്ക് മിഠായികൾ കൊടുത്തു. എല്ലാവരും സന്തോഷിച്ചു. അവസാനം ഒരു മൃദുവായ ശബ്ദം ഓർമ്മിപ്പിച്ചു. ദയയും ടീം വർക്കും കുറച്ച് തമാശയും നിങ്ങളെ മധുരമുള്ള ഒരു സാഹസിക യാത്രയിലേക്ക് നയിക്കും. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ മിഠായി ദ്വീപിലേക്കുള്ള യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഒരുപാട് നല്ല കഥകൾ വരുന്നതാണ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ ബെൽ ഐക്കോൺ കൂടെ ഓണാക്കി വെക്കണേ. അപ്പോൾ ബൈ ബൈ കൂട്ടുകാരെ.